രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ശ്രീരാമചന്ദ്രൻ അച്ഛന്റെ വാക്ക് പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് കാനനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അച്ഛന്റെ പ്രതിജ്ഞ സത്യമാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ പരിശ്രമം. അങ്ങനെ കാനനത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ അനുഗ്രഹിക്കുക. രാമൻ തന്റെ ആ കർത്തവ്യത്തെ വളരെയേറെ വിജയകരമായിട്ട് സഫലമാക്കി തീർക്കട്ടെ. അച്ഛന്റെ നിർദ്ദേശത്തെ ഭംഗിയായിട്ട് പാലിക്കാൻ രാമന് സാധ്യമായി തീരട്ടെ. സീതാദേവി ഗംഗാനദിയോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് വീണ്ടും ഗംഗയോട് പറഞ്ഞു, ത്വം ഹി ത്രിപഥകേ ദേവി ബ്രഹ്മലോകം സമക്ഷസേ ഭാര്യാചോ ഉദധിരാജ്യസ്യ ലോകേസ്മിൻ സമ്പ്രതിരുഷ്യസേ. അല്ലയോ ഗംഗേ, അങ്ങ് ബ്രഹ്മലോകം വരെ വ്യാപിച്ചു നിൽക്കുന്നു. അവിടെ നിന്നിട്ടാണ് അല്ലയോ ഭഗവതി അങ്ങയുടെ പുറപ്പാട്. അതുകൊണ്ട് 3 മാർഗങ്ങളിലൂടെ ഒഴുകുന്നവളാണ് അല്ലയോ അമ്മേ നീ. ദേവലോകത്തിലൂടെ അഥവാ ഉപരിലോകങ്ങളിലൂടെ, ഭൂലോകത്തിലൂടെ, പിന്നെ പാതാള ലോകത്തിലൂടെയും. അങ്ങനെ 3 മാർഗങ്ങളിലൂടെ ഒഴുകുന്നവളായ അല്ലയോ ഗംഗാദേവി, അങ്ങ് ഈ ലോകത്തിന്റെ കണ്ണില് മഹാസമുദ്രത്തിന്റെ പത്നിയായി കാണപ്പെടുന്നു. ലോകം അങ്ങയെ ആ പ്രകാരത്തില് വാഴ്ത്തുന്നു. അല്ലയോ ദേവി, സാത്വാം ദേവി നമസ്യാമി പ്രശംസാമി ച ശോഭനെ. മംഗളസ്വരൂപിണിയായിരിക്കുന്ന അല്ലയോ ഭഗവതി, അങ്ങയെ ഞാനിതാ സ്തുതിക്കുന്നു. അങ്ങയെ ഞാൻ ഇതാ നമസ്കരിക്കുകയും ചെയ്യുന്നു. ശ്രീരാമചന്ദ്ര മഹാപ്രഭു കാനനവാസം കഴിഞ്ഞ് മടങ്ങി വന്ന് അയോധ്യയില് രാജാവായി തീരുന്ന അവസരത്തില് വളരെയേറെ വിശേഷ വിധിയായിട്ട് അമ്മയുടെ തിരുമുമ്പിൽ വന്ന് പൂജ ചെയ്യാൻ ഉള്ളതായ ഭാഗ്യം ഞങ്ങൾക്ക് അരുളിയാലും. ഇങ്ങനെ സീതാദേവി ഗംഗയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തോണി ഗംഗയുടെ മറുകരയിൽ ദക്ഷിണ തീരത്ത് എത്തിച്ചേർന്നു. തോണി കരയ്ക്ക് അടുത്ത അവസരത്തിൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണകുമാരനും ആ കരയില് തീരത്ത് ഇറങ്ങി തോണിയെ മടക്കി അയച്ചു. ഈ സമയം അത്രയും മറുകരയില് സുമന്ത്രരും അതേപോലെ തന്നെ ഗുഹനും നിർനിമേഷരായിട്ട് രാമന്റെ ആ യാത്ര നോക്കി നിൽക്കുകയായിരുന്നു. ശ്രീരാമചന്ദ്രൻ അവിടെ നിന്നിട്ട് കാട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് അദ്ദേഹം ലക്ഷ്മണകുമാരനോട് പറഞ്ഞു, അഥാബ്രവീത് മഹാബാഹു സുമിത്രാനന്ദവർദ്ധനം. മഹാബാഹുവായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ സുമിത്രയുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നതായ ലക്ഷ്മണകുമാരനോട് പറഞ്ഞു, അല്ലയോ ലക്ഷ്മണകുമാര, ഈ കാനനത്തില് നമ്മൾ രണ്ടുപേരും വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് സീതാദേവിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതിനായിട്ട് അഗ്രതോ ഗച്ഛ സൗമിത്രേ. അല്ലയോ ലക്ഷ്മണകുമാര, നീ മുന്നാലെ നടക്കണം. സീതാത്വം അനുഗച്ഛതു. സീതാദേവി നിന്റെ പിന്നാലെ നടക്കട്ടെ. പൃഷ്ഠതോ അനുഗമിഷ്യാമി സീതാം ത്വം ച അനുപാലയൻ. ഞാൻ പിന്നാലെ വരും. സീതാദേവിയെയും അല്ലയോ ലക്ഷ്മണകുമാര നിന്നെയും
സംരക്ഷിച്ചുകൊണ്ട് ഞാൻ പിന്നാലെ വരും. ഞാനും അതേപോലെ കുമാര നീയും ദേവിയെ സംരക്ഷിക്കണം. നമ്മൾ രണ്ടുപേരും അന്യോന്യം ദേവിയെയും സംരക്ഷിക്കുന്നവരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഈ കാനനത്തിൽ വസിക്കാൻ. രാമന്റെ ഈ നിർദ്ദേശം അനുസരിച്ചിട്ട് ലക്ഷ്മണൻ മുന്നാലെ നടക്കുന്നു. പിന്നാലെ സീത, ഏറ്റവും പിന്നാലെയായിട്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും. അങ്ങനെയാണ് ആ കാനനയാത്ര. ലക്ഷ്മണകുമാരൻ ജീവാത്മാവാണ്, സീതാ ഭഗവതി മഹാമായയാണ്, ശ്രീരാമചന്ദ്രൻ നിർഗുണ നിരാകാര ബ്രഹ്മമാണ്. അതാണ് ഈ പ്രകാരത്തിലുള്ള കാനനയാത്രയിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഈ കാനനം പ്രപഞ്ച ജീവിതവുമാണ്. ജീവാത്മാവ് പരമാത്മാവിന്റെ തന്നെ മഹാമായയിലുള്ളതായ പ്രതിബിംബമാണ്. ആ ജീവാത്മാവാണ് നമുക്ക് എല്ലായ്പ്പോഴും അനുഭവപ്പെടുന്നത്. ഞാൻ എന്നിങ്ങനെ. അതുകൊണ്ട് ഈ ജീവിതത്തിൽ എപ്പോഴും മുന്നില് ജീവാത്മാവാണ്. സുഖവും ദുഃഖവും ലാഭവും നഷ്ടവും ഒക്കെ ജീവാത്മാവിനെയാണ് സ്പർശിക്കുന്നത്. ആ ജീവാത്മാവിന് പുറകിൽ മഹാമായ, അതിനു പുറകിലായിട്ട് പരമാത്മാവ്. പരമാത്മാവാണ് എല്ലാത്തിനും അടിസ്ഥാനം. പക്ഷെ പരമാത്മാവിന് ഈ പ്രപഞ്ചത്തിലെ സുഖദുഃഖാദികൾ യാതൊന്നും തന്നെ ബാധിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിലുള്ളതായ കർമ്മകോലാഹലങ്ങൾ ഒന്നും തന്നെ പരമാത്മാവിനെ ബാധിക്കുന്നില്ല. പരമാത്മാവ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പരമ ആനന്ദസ്വരൂപമായ തത്വം മാത്രം. അങ്ങനെ പ്രപഞ്ചമാകുന്ന കാനനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ജീവാത്മാവിന്റെ ആ ഒരു ആധ്യാത്മികമായ അർത്ഥമണ്ഡലം ഇവിടെ നമുക്ക് വളരെ ഭംഗിയായിട്ട് പ്രകാശിച്ച് കിട്ടുന്നു. എന്നിട്ട് രാമൻ ലക്ഷ്മണനോട് പറയുന്നു, അല്ലയോ കുഞ്ഞെ, ഈ കാനനത്തിലുള്ള ദൃശ്യങ്ങൾ അധികവും നമുക്ക് എല്ലാവർക്കും പുതുമ നിറഞ്ഞതാണ്. ഈ കാനനത്തിലുള്ള പുഷ്പങ്ങളോ ഫലങ്ങളോ ഏതെങ്കിലും ദേവി ആഗ്രഹിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ അത് സംഭരിച്ച് ദേവിക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കണം എന്നുകൂടി രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. അങ്ങനെ അവർ ആ കാനനത്തിലൂടെ യാത്ര ആരംഭിച്ചു. അന്ന് പകൽ മുഴുവൻ ആ ഗംഗാതീരത്തുകൂടി അവരുടെ യാത്ര, ഗംഗയുടെ ദക്ഷിണ പാർശ്വത്തിലൂടെയുള്ള അവരുടെ യാത്ര, കാട്ടിനുള്ളിലൂടെയുള്ള അവരുടെ യാത്ര. അവരുടെ ലക്ഷ്യം യമുന വന്ന് ഗംഗയിൽ സംഗമിക്കുന്ന പ്രയാഗമാണ്. ഇന്ന് പ്രയാഗരാജ് എന്ന് അറിയപ്പെടുന്നതായ പ്രയാഗ, അവിടെയാണ് ഇനി എത്തിച്ചേരേണ്ടത്. അത് ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ വളരെ വേഗം സഞ്ചരിച്ചു. വൈകുന്നേരമായി തുടങ്ങി. അപ്പോഴേക്കും അന്ന് അവിടെ വിശ്രമം, ആ കാനനത്തിന്റെ ഉള്ളില് അവിടെ അതിന് പറ്റിയതായ ഒരിടത്തില് ഒരു വലിയ പേരാല് തലയുയർത്തി നിൽപ്പുണ്ട്. അതിന്റെ ചുവട്ടില് വിശ്രമിക്കാമെന്ന് ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണനോടും പറഞ്ഞു. അങ്ങനെ അവിടെ അവർ മൂവരും വിശ്രമിച്ചു. അത് കഴിഞ്ഞ് അടുത്ത പുലരി തേതു തസ്മിൻ മഹാവൃക്ഷേ ഉഷിത്വാര ജനീം ശുഭാം. ആ മഹാവൃക്ഷത്തിന്റെ ചുവട്ടില് അവര് ആ രാത്രി മുഴുവൻ വിശ്രമിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വിമലേ അഭ്യുദിതേ സൂര്യേ, തെളിഞ്ഞ സൂര്യൻ, ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവനായ സൂര്യൻ കിഴക്കേ ചക്രവാളത്തില് ഉദിച്ച് ഉയർന്നപ്പോഴേക്കും അവിടെ നിന്നിട്ട് പുറപ്പെടുകയായി. അവരുടെ ലക്ഷ്യം പ്രയാഗാണ്. അവിടേക്ക് അവര് ലക്ഷ്യമാക്കിക്കൊണ്ട് ആ കാട്ടിലൂടി വളരെ വേഗത്തിൽ നടന്നു. വൈകുന്നേരമാകാറാകുമ്പോഴേക്കും നിവൃത്തമാത്രേ ദിവസേ രാമ സൗമിത്രിമബ്രവീത്. ആ പകല് കഴിയാൻ തുടങ്ങി. അപ്പോഴേക്കും പ്രയാഗ അടുത്തെത്തി കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചന രാമൻ തിരിച്ചറിഞ്ഞു. രാമൻ ലക്ഷ്മണകുമാരനോട് പറഞ്ഞു, അല്ലയോ ലക്ഷ്മണകുമാര, അങ്ങോട്ട് നോക്കൂ. പ്രയാഗാം അഭിതപ്പശ്യ സൗമിത്രേ
ധൂമമുത്തമം. ആ പ്രയാഗയുടെ സമീപത്തായിട്ട് കാടുകൾക്ക് മുകളിലൂടെ പുകപടലം ഉയരുന്നത് അല്ലയോ ലക്ഷ്മണ, നീ കാണുന്നില്ലേ? അത് അഗ്നേർ ഭഗവത കേതും, അഗ്നി ഭഗവാന്റെ കൊടിയാണ് ആ പുക. അത് നമ്മോട് വലിയൊരു യാഥാർത്ഥ്യത്തെ വിളിച്ചു പറയുന്നു. മന്യേ സന്നിഹിതോ മുനി, നമ്മൾ മുനിയുടെ സമീപത്തെത്തുകയാണ്. മുനി അവിടെയുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം അഗ്നിയിൽ നിന്നിട്ടാണ് പുക വരിക. ആ അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് കാട്ടിന്റെ ഉള്ളില് ആശ്രമങ്ങളില് വസിക്കുന്ന ഋഷിസത്തമന്മാരാണ്. അങ്ങനെ മഹർഷി അവിടെയുണ്ട് എന്ന് അല്ലയോ ലക്ഷ്മണകുമാര ഞാൻ മനസ്സിലാക്കുന്നു. ഇത് ആ കാണുന്നതായ ധൂമപടലം ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്ന് ഉയരുന്നതാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും നൂനം പ്രാപ്താസ്മ സംഭേദം ഗംഗാ യമുനയോർവയം, ഗംഗാനദിയും യമുനാ നദിയും കൂടിച്ചേരുന്നതായ ഈ ത്രിവേണിയില് നമ്മളിതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണകുമാരനോട് പറയുന്ന ഈ വാക്യം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം. 13 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ലക്ഷ്മണനോടൊപ്പം ശ്രീരാമചന്ദ്രൻ സീതയോടൊപ്പം അവിടെ പ്രയാഗിൽ എത്തിച്ചേരുന്നത്. ആ പ്രയാഗയിലാണ് ഏതാനും മാസങ്ങൾ മുമ്പ് മഹാകുംഭമേള നടന്നത്. 1000 ആണ്ടുകളായിട്ട് അവിടെ കുംഭമേള നടന്നുകൊണ്ടേയിരിക്കുന്നു. അതൊരു വലിയ വിശേഷമാണ്. ധാർമ്മികമായിരിക്കുന്ന വിശേഷം, സാംസ്കാരികമായിരിക്കുന്ന വിശേഷം. അതിനെ തടയാനായിട്ട് പല കാലങ്ങളിലും ഭാരതത്തെ ആക്രമിച്ച ആളുകൾ പല പ്രകാരത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ തടയാൻ, അതിനെ മുടക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അത് അത്ഭുതകരമായിട്ട് ഓരോ തവണയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തവണ മഹാകുംഭമേളയായിരുന്നു. അനേക കോടി ജനങ്ങൾ അവിടെ വന്നു ചേർന്നത് നമ്മൾ അത്ഭുതത്തോടു കൂടിയിട്ട്, ലോകം മുഴുവൻ അത്ഭുതത്തോടു കൂടിയിട്ട് നോക്കിക്കണ്ടു.